ദുബായിൽ ഡ്രൈവറില്ലാ വാഹന സർവീസ് ഉടൻ ആരംഭിക്കാൻ പുതിയ ധാരണാപത്രം. സ്വയം നിയന്ത്രിത വാഹന സാങ്കേതിക വിദ്യാരംഗത്തെ മുൻനിര സ്ഥാപനമായ പോണി AI-യുമായിട്ടാണ് ദുബായ് RTA ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഈ വർഷം തന്നെ പോണി എമിറേറ്റിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം നടത്തും. ടൊയോട്ട, GMC തുടങ്ങിയ നിർമ്മാതാക്കളുമായി ചേർന്ന് വികസിപ്പിച്ച 7ാം തലമുറ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ പോണി അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോണി വികസിപ്പിച്ച വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്. അത്യാധുനിക സെൻസറുകളും ലിഡാറുകളും റഡാറുകളും ക്യാമറകളുമാണ് വാഹനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഏത് റോഡിലും ഏത് കാലാവസ്ഥാ സാഹചര്യത്തിലും സുരക്ഷിതമായി ഓടും വിധത്തിലാണ് വാഹനം. ദുബൈയിൽ 2026 വാണിജ്യ സർവീസ് ആരംഭിക്കുന്നതിനാണ് നീക്കം. സർക്കാർ സേവന സമയം കുറയ്ക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമാക്കാൻ UAE ഫെഡറൽ ഗവൺമെന്റ് സ്ട്രാറ്റജിക് പ്ലാൻ 2031 എന്ന പേരിലാണ് സർക്കാർ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ വ്യാപക ഉപയോഗത്തിന് UAE ഒരുങ്ങുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. കൂടുതൽ മികച്ചതും വേഗതയേറിയതും കാര്യക്ഷമവുമായ സർക്കാർ സംവിധാനം സൃഷ്ടിക്കുന്നതിനാണ് പദ്ധതിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലെ നടപടിക്രമങ്ങളും ഇടപാടുകൾ വെട്ടിക്കുറയ്ക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി സർക്കാർ വിഭവങ്ങളുടെ തന്ത്രപരമായ വിനിയോഗവും സാധ്യമാകും. ഷാർജയിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതായി 99.7% താമസക്കാരും അഭിപ്രായപ്പെടുന്നുവെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട്. ഷാർജ പോലീസിൽ 97% ജനങ്ങളും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. രാത്രികളിൽ പൊതുസ്ഥലങ്ങളിൽ സുരക്ഷിതരാണെന്നാണ് എമിറേറ്റിലെ 99.3% പേരും അഭിപ്രായപ്പെടുന്നത്. രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും സുരക്ഷിതരാണെന്ന് 98.6% പേരും അഭിപ്രായപ്പെട്ടതായി ഷാർജ പോലീസ് അറിയിച്ചു. ഗാസ വെടിനിർത്തൽ ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെ അയച്ച ഇസ്രയേൽ ഭരണകൂടം മധ്യസ്ഥരുടെ നിർദ്ദേശങ്ങളിൽ അംഗീകരിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ് ഹമാസ് ആവശ്യപ്പെടുന്നതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആരോപിച്ചു. എങ്കിലും ചർച്ചകൾക്ക് പ്രതിനിധി സംഘത്തെ അയക്കുകയാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഖത്തർ തലസ്ഥാനമായ ദോഹ കേന്ദ്രീകരിച്ചാണ് ഗാസ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുന്നത്. താത്കാലിക വെടിനിർത്തൽ പരാജയപ്പെട്ടാൽ ആക്രമണം വീണ്ടും ആരംഭിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പ് നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശവും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നാളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബെന്യാമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ നടത്തുന്ന കൂടിക്കാഴ്ച നിർണായകമാകും. NTV UAE to the world.